എല്ലാ കൂട്ടുകാർക്കും ബോഡി ബിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ടാണ്. കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഹൃദയത്തിൻ്റെ പാർട്സും അതിലൂടെയുള്ള ബ്ലഡ് ഫ്ലോയുടെ ഡയറക്ഷനുമാണ് അല്ലേ. നമ്മളത് കഴിഞ്ഞ് പഠിച്ചു ഹാർട്ട് ഈസ് എ ഹോളോ മസ്കുലാർ ഡബിൾ പമ്പ്. പമ്പിങ് ആക്ഷൻ വേണം ഹാർട്ടിന്. ഈ പമ്പിങ് ആക്ഷന് നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽ സെൽസിനെ സഹായിക്കുന്ന ഇലക്ട്രിക് കണ്ടക്ഷൻ സിസ്റ്റമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിന് ഇപ്പോൾ നമ്മളൊരു ഇമാജിൻ ചെയ്യുക, ഹാർട്ട് ഒരു 3 ഡയമെൻഷണൽ ഹാർട്ട് ഇമാജിൻ ചെയ്യുക. നല്ല മസിൽ ലെയറാണ് ഹാർട്ടിൻ്റെ ചുറ്റും, ഉള്ളു പൊള്ളയാണ്. അവിടേക്ക് ബ്ലഡ് വന്നിട്ട് ഹാർട്ട് ആ ബ്ലഡ് പമ്പ് ചെയ്ത് പുറത്തോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി ഹാർട്ടിൻ്റെ മസിൽ ലെയർ നമ്മൾ പഠിച്ചു. അതിൻ്റെ പേരാണ് മയോകാർഡിയം. ഓക്കെ, മയോകാർഡിയം ഉണ്ടാക്കിയിട്ടുള്ളത് മയോകാർഡിയൽ സെൽസ് ആണ്. അതൊരു കാർഡിയാക് മസിൽ ടിഷ്യൂ ആണ്. മൊത്തം നമ്മുടെ ശരീരത്തിൽ 3 തരത്തിലുള്ള മസിൽ ടിഷ്യൂ ഉണ്ട്. ഒരെണ്ണം സ്കെലിറ്റൽ മസിൽ, ഒരെണ്ണം സ്മൂത്ത് മസിൽ. ഓക്കെ, സ്കെലിറ്റൽ മസിൽ വോളണ്ടറി ആണ്, നമുക്കത് നമ്മുടെ കൺട്രോളിലാണത് സ്കെലിറ്റൽ മസിൽസ്. സ്മൂത്ത് മസിലോ ഇൻവോളണ്ടറി ആണ്. മൂന്നാമത്തെ ടൈപ്പാണ് കാർഡിയാക് മസിൽ ടിഷ്യൂ. അപ്പോൾ ഈ കാർഡിയാക് മസിൽ എന്ന് പറയുന്നതും ഇൻവോളണ്ടറി ആണ്. അത് നമുക്ക് ഹാർട്ടിൽ മാത്രമാണ് കാണുള്ളൂ. മയോകാർഡിയം കാർഡിയാക് മസിൽ ടിഷ്യൂ വെച്ച് മേക്ക് ചെയ്യപ്പെട്ടേക്കുന്നതാണ്. ഓക്കെ, ഇനി മയോകാർഡിയം എന്ന് പറയുന്നത് മയോസൈറ്റ്സ്. ഓക്കെ, മയോകാർഡിയത്തിലെ സെൽസിനെ നമ്മൾ വിളിക്കും മയോസൈറ്റ്സ്. അത് സൈറ്റ്സ് എന്ന് പറയുമ്പോൾ സെല്ലാണ്. ഓക്കെ, നമ്മൾ ലിവർ സെല്ലിനെ ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് വിളിക്കും, മയോകാർഡിയം സെൽസിനെ മയോസൈറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇത് 2 തരത്തിലുള്ള സെൽസ് ഉണ്ട് നമുക്ക്. ആദ്യം നമുക്ക് കൺട്രാക്റ്റൈൽ സെൽസിനെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാർട്ട് മസ്കുലാർ ലെയർ ആണ്. കൺട്രാക്റ്റൈൽ സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താ? കൺട്രാക്ഷനെ സഹായിക്കുക, ഹാർട്ടിനെ പമ്പ് ചെയ്യാനായിട്ട് സഹായിക്കുക അല്ലേ. അപ്പോൾ ഈ കൺട്രാക്റ്റൈൽ സെല്ലിനെ പമ്പ് ചെയ്യാൻ സഹായിക്കാനായിട്ട് ഉള്ള ഇലക്ട്രിക്കൽ കറൻറ്റ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കലാണ് ഈ നോഡൽ സെല്ലിൻ്റെ പണി. ഇത് 2 മയോകാർഡിയൽ സെൽസ്. അപ്പോൾ നോഡൽ സെൽസ് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ബാക്കി സെക്കൻഡ് ടൈപ്പ് ഓഫ് മയോകാർഡിയം കൺട്രാക്ട് ചെയ്തിട്ട് ബ്ലഡ് പമ്പ് ചെയ്യപ്പെടും. ഓക്കെ, ഇത് നമുക്ക് ഈ നോഡൽ സെൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോഡൽ സെൽസിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത് ഒരെണ്ണം ഏട്രിയത്തിൽ സുപ്പീരിയർ വീന കാവ. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ സുപ്പീരിയർ വീന കാവ. അതിൻ്റെ അടിയിൽ ഏട്രിയത്തിൻ്റെ ഉള്ളിലായി നമുക്ക് കുറച്ച് സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് നോഡൽ സെൽസ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് വൺ ഏട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയ്ക്കായിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് കളർ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇമാജിൻ ചെയ്യാം, പർപ്പിളാണ് നമ്മുടെ നോഡൽ സെൽസ് കേട്ടോ. പർപ്പിൾ കൊണ്ട് വരച്ചു. ഇനി നമുക്ക് ഇവിടത്തോട്ട് ഒരു നോഡൽ സെൽസിൻ്റെ ഒരു പ്ലേസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ലെഫ്റ്റ് ആയിട്ട് ഒരെണ്ണം ഡിവൈഡ് ചെയ്യും, റൈറ്റ് സൈഡിലോട്ട് ഒരെണ്ണം ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ഇത് ഫുള്ളി ഇങ്ങനെ വെൻട്രിക്കിൾസിലോട്ട് ഡിവൈഡ് ചെയ്ത് പോകും. എന്നിട്ട് മസിൽ ലെയർ 3 ഡയമെൻഷൻ. ഓക്കെ, അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പെന്യൂട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് ഞാൻ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇമാജിൻ ചെയ്യുക, ഇതിങ്ങനെ ഹാർട്ടിൻ്റെ പുറത്തൂടെ ഇതിങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ് വെൻട്രിക്കിൾസ് ഫുള്ള് കേട്ടോ. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് നോഡൽ സെൽസ് ഉണ്ട്. ഓക്കെ, അത് ഒരു ഇലക്ട്രിക് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, ഒന്ന് ഫയർ ചെയ്യും ഒരു ഇലക്ട്രിസിറ്റി. അപ്പോൾ അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ പോവും, റൈറ്റ് ഏട്രിയത്തിൽ വരും, എന്നിട്ട് AV നോഡിലെത്തും. AV നോഡ് ഒരു ചെറിയ പോസ് കൊടുത്തിട്ട് അതിനെ അടുത്ത സ്ഥലത്തോട്ട് വിടും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകും, എന്നിട്ട് വെൻട്രിക്കിൾസിലോട്ട് ഫുള്ള് വരും. അപ്പോൾ ഈ ഇലക്ട്രിക് കണ്ടക്ഷൻ ആക്സെപ്റ്റ് ചെയ്ത കൺട്രാക്റ്റൈൽ സെൽസ് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫയർ ചെയ്തു, ഏട്രിയത്തിൽ ഫുള്ളായി, അവിടെ കൺട്രാക്ട് ചെയ്തു, ഈ ബ്ലഡ് താഴത്തോട്ട് എംറ്റി ആയി. ഇതിലെ അടുത്ത ഇലക്ട്രിക് കണ്ടക്ഷൻ അതിൻ്റെ ക്യാരിഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് കണ്ടക്ഷൻ വരും,
ഇവിടെ കൺട്രാക്റ്റഡായി ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്യും ഹാർട്ടിൽ നിന്ന്. ഓക്കെ, ഇതാണ് സിസ്റ്റം. ഇനി നമുക്ക് ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. ഈ കഥയിൽ എപ്പോഴും നമ്മളിങ്ങനെ കഥ പറയുമ്പോൾ ജസ്റ്റ് ഇമാജിനേഷൻ മാത്രം കേട്ടോ, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു പണ്ട് ഒരു വീട്ടിൽ, ഓക്കെ, ഇവിടെ ഹാർട്ടാണ് നമ്മുടെ വീട്. അവിടെ ഒരു അപ്പച്ചനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പച്ചന്മാരെങ്ങനെയാണ് പണ്ട് എപ്പോഴും ഒരു ചാരുകസേരയൊക്കെ ഇട്ട് എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ്റെ പേരാണ് നമുക്ക് പിന്നെ കറക്റ്റായിട്ട് കാണാം. അപ്പച്ചൻ്റെ പേരാണ് നമുക്ക് എസ്സേനോട്. അപ്പച്ചൻ എൻട്രൻസിൽ തന്നെ, ഓക്കെ, എൻട്രൻസ് ഏട്രിയം ഇവിടത്തോട്ടാണ് എല്ലാ ബ്ലഡും MT ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അവിടെ തന്നെ ഒരു ചാരുകസേര ഇട്ട് ഇരിക്കുകയാണ് എസ്സേനോട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പാണ് AV നോഡ്. അതാരാണ്? അമ്മ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പച്ചന് പണ്ടൊരു ദുശ്ശീലം ഉണ്ടായിരുന്നു. നമ്മൾ വെറ്റിലെ മുറുക്കാനൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ മുറുക്കില്ലേ. അപ്പം ഇത് ഹെൽത്തിന് നല്ലതല്ല എന്ന് ആൾക്കാരെല്ലാവരും പറഞ്ഞപ്പോൾ നമ്മുടെ അപ്പച്ചൻ എന്ത് ഡിസൈഡ് ചെയ്തു? ഓക്കെ, മുറുക്കാൻ നിർത്താം. പക്ഷേ ഈ ഒരു അഡിക്ഷനായി പോയി അപ്പച്ചന്. അപ്പോൾ അപ്പച്ചൻ എന്ത് ചെയ്തു? പതുക്കെ കുറച്ച് ഇഞ്ചി ചവച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദുശീലം മാറിപ്പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നമ്മുടെ ചാരുകസേരയിലിരുന്ന് വിളിച്ചു പറയും, ഇഞ്ചി പറിച്ചുകൊണ്ട് വരാൻ പറയും. ഓക്കെ, അപ്പച്ചൻ ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇത് ഈ വീട്ടിൽ കൂടെ ഫുള്ള് എക്കോ, ഈ അപ്പച്ചൻ്റെ ശബ്ദം ഫുള്ള് എക്കോ ചെയ്തിട്ട് ഇത് നമ്മുടെ അടുക്കളയാണ്. ഓക്കെ, ഇവരുടെ വീടിൻ്റെ അടുക്കളയാണ് AV നോഡ്. അമ്മ നിന്ന് എപ്പോഴും കുക്ക് ചെയ്യായിരിക്കും. അമ്മ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഈ ഇഞ്ചി പറിക്കാൻ പോകാനായിട്ട് സമയമില്ല. അപ്പോൾ അമ്മ നെക്സ്റ്റ് ഇവർക്ക് ഒരു റൂമുണ്ട്. ഇത് ലിവിങ് റൂമാണ് കേട്ടോ, ഇവരുടെ ലിവിങ് റൂമാണിത്. അപ്പോൾ അവിടെ ഇവർക്ക് 2 കുട്ടികളുണ്ട്. ഓക്കെ, 2 പേര്. അവർ കുറേ ടോയ്സ് ഇങ്ങനെ വെച്ചിട്ട് ബണ്ടിലാക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ആ റൂമിന് അവർ പേരിടുന്നത് ബണ്ടിൽ റൂം എന്നാണ് അവർ പേരിട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ബണ്ടിൽ റൂം, അവരുടെ ടോയ്സ് ഒക്കെ ബണ്ടിലാക്കി വെച്ചേക്കണ റൂമായിരുന്നത്. അപ്പോൾ അപ്പച്ചൻ എപ്പോഴും പറയും ഇവര് അമ്മയുടെ കുട്ടികളാണ്, AV നോഡ് അമ്മയുടെ കുട്ടികളാണെന്നും പറഞ്ഞ് ആ റൂമിൻ്റെ പേര് അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക ശോഷിച്ച് വന്ന് AV നോഡ് അമ്മയുടെ കുട്ടികളാന്ന് പറഞ്ഞ് അതിൻ്റെ പേരെന്തായി? AV ബണ്ടിലായി. ഓക്കെ, പക്ഷേ കാണുന്ന നാട്ടിലെ ആൾക്കാർ എന്ത് ചെയ്യും? ഇത് അപ്പച്ചൻ അമ്മയുടെ കുട്ടികളാന്ന് പറഞ്ഞാലും കാണുന്ന നാട്ടിലെ ആൾക്കാർ പറയും ഇത് അപ്പച്ചൻ്റെ കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റൂമിന് 2 പേരുകളുണ്ട്. ഓക്കെ, ഇപ്പം ഇവിടെ ഇരുന്ന് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പച്ചൻ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ ആലോചിക്കും, ഞാൻ പോകണോ അതോ കുട്ടികൾ പോകണോ? ഒരു ചെറിയ പോസ് ഇട്ട് കുട്ടികളോട് പറയും, ഓക്കെ നിങ്ങൾ പോയിട്ട് ഇഞ്ചി പറിച്ചിട്ട് വരാൻ പറയും. ഇവരെന്ത് ചെയ്യും? 2 പേര് ഈ ബണ്ടിൽ റൂമിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 2 പേരും കൂടിയിട്ട് കൈ കോർത്ത് വിളിച്ച് ഒരാൾ റൈറ്റിലും ഒരാൾ ലെഫ്റ്റിലും നിന്ന് ഇഞ്ചി പറിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും പേരുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ എഴുതണില്ല. നമുക്കിവിടെ പേരുണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്. ഓക്കെ, ബണ്ടിൽ ബ്രാഞ്ചസ് ആണ്. ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ഇവിടെ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്. ഇതും 2 പേരും കൂടി കൈ കോർത്ത് പിടിച്ചു പോയി. അപ്പം ഇവർക്ക് കുറേ പറമ്പുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് പറമ്പ്, റൈറ്റ് സൈഡിലും പറമ്പുണ്ട്. അവിടെ ഇഞ്ചി കുഴിച്ചിട്ടേക്കാണ്. ഇവർ ഇഞ്ചി പറിക്കണ കാരണം നാട്ടിലുള്ള ആൾക്കാർ ഇവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പച്ചൻ ഉറക്കെ ഒരു ഇലക്ട്രിക് കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇഞ്ചി പറിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ ആ എക്കോ ലെഫ്റ്റ് ഏട്രിയം ഈ എന്താ പറയുക റൈറ്റ് ഏട്രിയം ഫുള്ള് വ്യാപിച്ചിട്ട് അത് AV നോഡിലെത്തും. AV നോഡ് ബണ്ടിൽ ഓഫീസിൽ ഇരിക്കുന്ന കുട്ടികളോട് പറയും. അവിടുന്ന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആയിട്ട് മൊത്തം പറമ്പിലൂടെ പോയിട്ട് മൊത്തം വെൻട്രിക്കിൾസിലൂടെ പോയിട്ട് ഇത് കൺട്രാക്ട് ചെയ്യും. ഓക്കെ, ഫ്ലോ മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഇവിടെ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. SA നോഡ്, AV നോഡ് നമുക്ക് മനസ്സിലായി. ഇത് അപ്പച്ചൻ, ഇത് അമ്മ. ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ അത് അവരുടെ പ്ലേ ഏരിയ. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ബണ്ടിൽ ഓഫീസ് ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക്
റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസ് ഉണ്ട്, പർക്കിഞ്ചി ഫൈബേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഈ കഥ ഇവിടെ കൊണ്ട് നിൽക്കണില്ല. നെർവസ് കൺട്രോൾ, ഇവർക്ക് ഒരു തലമൂത്ത കാരണവരുണ്ട്. ഓക്കെ, തലമൂത്ത കാരണവർ മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു 10 നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് ആളെപ്പോഴും നടക്കുക. അപ്പോൾ ഈ തലമൂത്ത കാരണവർ തലേന്നാണ് വരണത്. ഓക്കെ, ക്രേനിയൽ നെർവാണ് നമ്പർ 10. ഓക്കെ, വേഗസ് നെർവ്, അതാണ് ഇവരുടെ തലമൂത്ത കാരണവർ. ആള് വരുമ്പോൾ എന്താ ചെയ്യുക, എപ്പോഴും ഈ ഹാർട്ടിൻ്റെ എപ്പോഴും പറയും ഇവരോട്, നിങ്ങളിങ്ങനെ എപ്പോഴും കുട്ടികളെ കൊണ്ട് പണിയിപ്പിക്കരുത്, നിങ്ങൾ പണിയെടുക്കരുത്, ഭയങ്കര കാം ആൻഡ് റിലാക്സ് ആക്കും എസ് എ നോഡിനെ AV നോഡിനെ. അപ്പോൾ ഇവരെന്താ ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് ഹാർട്ട് റേറ്റ് കുറയും. ഓക്കെ, ഈ ഇലക്ട്രിക് ഇമ്പൾസ് നമ്മൾ സെൻഡ് ചെയ്യണത് SA നോഡിൽ നിന്ന് കുറയും, ഹാർട്ട് റേറ്റ് കുറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നെർവസ് കൺട്രോൾ വേഗസ് നെർവ്, ഹാർട്ട് റേറ്റ് കുറയും. ഇനി ഇവർക്ക് ഒരു നമ്മളിങ്ങനെ പറയില്ലേ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, അങ്ങനെ പറയണ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ഇവർക്ക്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ ആളുടെ പൊസിഷൻ എവിടെയാണ്, നെക്കിലാണ്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോൺ, ഓക്കെ, തൈറോക്സിൻ, ഈ ഹാർട്ടിൽ എഫക്റ്റ് ചെയ്യും. അത് ബ്ലഡിലോട്ട് വിട്ട് നമ്മൾ ബ്ലഡ് ഹാർട്ടിലോട്ട് വരുമ്പോൾ അതിന് ഹാർട്ടിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഈ തൈറോക്സിൻ എന്താ ചെയ്യുക, ഈ തൈറോയിഡ് ഹോർമോൺ കൂടുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും. ഇവർക്ക് ഇഷ്ടമല്ല ആൻറ്റി വരുമ്പോൾ SA നോട് എന്ത് വിചാരിക്കും, അപ്പച്ചന് എന്ത് വിചാരിക്കും, അപ്പച്ചന് ടെൻഷനാണ്. ഓക്കെ, അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇനി തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ ഹാർട്ട് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഹോർമോണൽ എൻഡോക്രൈൻ കൺട്രോൾ. അവിടെ അഡ്രിനാലിനും വരുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് അടുത്ത് സംസാരിക്കാം. പിന്നെ ഇവർക്ക് 2 കസിൻസ് ഉണ്ട്. ഈ കസിൻസ് ആരൊക്കെയാണ്, ഒരാള് ഞാൻ എഴുതാം, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. അപ്പോൾ സിമ്പത്തറ്റിക് എന്ന് പറയുന്ന കസിൻ ബ്രദർ ഇവർക്ക് എന്താ ചെയ്യണേ, സിമ്പത്തറ്റിക് എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ അടിയിലുള്ള ഒരു സംഭവമാണ്. പക്ഷേ സിമ്പിളാണ്. ഇമാജിൻ ചെയ്യുക, സിമ്പത്തറ്റിക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് നമ്മൾ പറയും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഇതാണെങ്കിൽ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ, അല്ലെങ്കിൽ ഡൈജസ്റ്റ്, അങ്ങനെ ഒരു കോമൺ ആയിട്ട് കാമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതായത് ഇപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട പെട്ടെന്ന് എന്താ ചെയ്യുക, ഇമാജിൻ ചെയ്യുക, പാമ്പിനെ പേടിയുള്ള ഒരാൾ പാമ്പിനെ കാണുമ്പോൾ, ഓക്കെ, പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊന്ന് പതുക്കെ ഒന്ന് സ്ലോ മോഷനിൽ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ടു, എന്താ ഉണ്ടാവാൻ പോണേ, എൻ്റെ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആവും. ഓക്കെ, അത് ഒരു ക്ലിയർ വിഷനേക്കാൾ ഉപരി നമ്മൾ ഫുൾ സറൗണ്ടിങ്സ് സ്കാൻ ചെയ്യും അല്ലേ. പ്യൂപ്പിൾസ് ഡയലേറ്റ്, കൃഷ്ണമണി വലുതായി. ഓക്കെ, അപ്പോൾ എനിക്കെല്ലാം കാണാൻ പറ്റി. തലയിലോട്ട് എന്താ ഉണ്ടാവുക, ബ്ലഡ് ഫ്ലോ കൂടും. കാരണം എന്താ, എനിക്ക് വ്യക്തമായിട്ട് ചിന്തിക്കണം എന്തിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത വാക്ക് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോവാം, ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹോമിയോസ്റ്റാസിസ് ഈസ് ബോഡീസ് എബിലിറ്റി ടു ബ്രിങ് ബാക്ക് ടു നോർമൽ. ഓക്കെ, ബോഡിക്ക് നമ്മുടെ പഴയ സ്റ്റേറ്റിലോട്ട് വരണം. ഓക്കെ, ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വിയർക്കും അല്ലേ, സ്വെറ്റ് കുറേ ഉണ്ടായിട്ട് അത് നമ്മുടെ ബോഡി സർഫസിലിരുന്ന് അത് അന്തരീക്ഷത്തിലോട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അത് ബോഡീനെ കൂൾ ചെയ്യും അല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ തണുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഷിവർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം മെറ്റബോളിസം നടന്ന് നമുക്ക് ഹീറ്റ് കിട്ടും ബോഡിക്ക് അല്ലേ. ഇതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൂടുകയാണെങ്കിൽ യൂറിനിൽ കൂടെ കുറേ ബ്ലഡ് ഷുഗർ പുറത്ത് കളഞ്ഞ് ബോഡി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിൽക്കും, ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ ഹോമിയോസ്റ്റാസിസ് പറഞ്ഞത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ അടിയിലാണ് അല്ലേ. ഇപ്പം ഞാൻ പാമ്പിനെ കണ്ടു, ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് എന്താ, എനിക്ക് ജീവിക്കണം. ഓക്കെ, എന്നെ നിലനിർത്തണം, എൻ്റെ ജീവനെ രക്ഷിക്കണം. അതിനുവേണ്ടി ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ട് ചെയ്യാണ്. ഓക്കെ, ഡയലേറ്റ് ചെയ്തു, ബ്രെയിനിലോട്ട് ബ്ലഡ് ഫ്ലോ കൂടി, അപ്പോൾ എനിക്ക് ചിന്ത വരികയാണ്, എൻ്റെ ബുദ്ധി വികസിക്കല്ല,
ബുദ്ധിയിലോട്ട് ബ്ലഡ് ഫ്ലോ കൂടി എനിക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും എങ്ങോട്ടാണ് ഓടേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ 2 പാമ്പ് വയ്ക്കുക, ഇവിടെ ഒരു പാമ്പിനെ കണ്ടു ഞാൻ ഇങ്ങോട്ട് ഓടി, അത് അടുത്ത പാമ്പിൻ്റെ വായിലാണോ, നമ്മൾ സ്കാൻ ചെയ്ത് കറക്റ്റ് ഡയറക്ഷനിലോട്ട് ഓടുകയാണ്. നമ്മുടെ ബോഡീനെ കറക്റ്റായിട്ട് നിന്നാലാണ് ഹോമിയോസ്റ്റാസിസിന് എന്ത് വേണം, നമ്മൾ ജീവിച്ചിരിക്കണം അല്ലേ. അതാണ് ഇവിടെ നടക്കുന്നത്. പ്ലസ് ഹാർട്ടിലോട്ടുള്ള സർക്കുലേഷൻ എന്താവും, എല്ലാ വൈറ്റൽ ഓർഗൻസിലോട്ടുള്ള സർക്കുലേഷൻ കൂടും, ബ്ലഡ് ഫ്ലോ കൂടും. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഹാർട്ടിന് കുറേ ബ്ലഡ് സപ്ലൈ വരും. എന്തുകൊണ്ടാണ്, ഹാർട്ടിന് കൺട്രാക്ട് ചെയ്യണം. കൺട്രാക്ട് ചെയ്താലാണ് ലങ്സിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയും തലയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയും ഒക്കെ കൂടുള്ളൂ അല്ലേ. ഇനി ലങ്സിലോട്ട് എന്തിനാണ് നമ്മൾ ബ്ലഡ് ഫ്ലോ കൊടുക്കുന്നത്, ലങ്സിലോട്ട് ബ്ലഡ് ഫ്ലോ കൊടുക്കുന്നത് എക്സ്ട്രാ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളഞ്ഞ് കൂടുതൽ ഓക്സിജനെ നമ്മുടെ ശരീരത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാലിലെ മസിൽസൊക്കെ എന്താവും, കൂടുതൽ ബ്ലഡ് കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും ശക്തിയിൽ നമുക്ക് ഓടാൻ പറ്റുന്നത് ഒരു ഡേഞ്ചറിലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഡൈജഷനിൽ എന്ത് ചെയ്യും, ഡൈജഷൻ അവിടേക്ക് അധികം വേണ്ട നമുക്ക് അല്ലേ, അധികം വേണ്ട. പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം, യൂറിൻ പ്രൊഡക്ഷൻ വേണ്ടേ വേണ്ട, കാരണം നമുക്കപ്പോൾ യൂറിൻ പാസ് ചെയ്യാനൊന്നും സമയമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡീനെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം വരും. അപ്പോൾ ഈ കസിൻ, ഇത് 2 കസിൻസാണിത് ഓക്കെ. അപ്പോൾ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വന്നത് ഇവർക്ക് ഇഷ്ടമല്ല, കാരണം ഭയങ്കര പണിയാണ് അല്ലേ. ഞാൻ ഭയങ്കര എന്ന് പറയുമ്പോൾ അത് വലിയ പണിയാണ് ഓക്കെ. ഈ വലിയ പണി വരുമ്പോൾ എസ്സേനോട് എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും ഫയർ ചെയ്യണം ഓക്കെ. അപ്പോൾ ഇതെന്തൊക്കെയാണ് ചെയ്യണേ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇൻക്രീസ് ചെയ്യും ഹാർട്ട് റേറ്റ്, പ്ലസ് കൺട്രാക്റ്റിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് കൺട്രാക്റ്റിലിറ്റി, ഇത് കൺട്രാക്ട് ചെയ്യണം, ഫോഴ്സ് കൂട്ടും, ഹാർട്ട് റേറ്റും കൂട്ടും. അപ്പോൾ ഭയങ്കര എഫിഷ്യൻസിയിൽ നമുക്ക് ഈ ബ്ലഡ് ഫ്ലോ ഹാർട്ടിൽ നിന്ന് കിട്ടും ഓക്കെ. അതാണ് സിമ്പത്തറ്റിക് കസിൻ ബ്രദർ വരുമ്പോൾ ചെയ്യണത്. പാരാസിമ്പത്തറ്റിക് കസിൻ ബ്രദർ വരുമ്പോഴോ ആള് ഭയങ്കര കൂളാണ് ഓക്കെ, ഭയങ്കര കൂളായിട്ടൊരാളാണ് ആള് വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കും, ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ഡിക്രീസ്ഡ് കൺട്രാക്റ്റിലിറ്റി, ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ പറഞ്ഞത് ഓക്കെ. ഇപ്പോൾ നമ്മൾ എസ്എനോട് പറഞ്ഞു, എ വിനോട് പറഞ്ഞു, എ വി ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫീസിനെ പറ്റി സംസാരിച്ചു, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസിനെ പറ്റി സംസാരിച്ചു, പർക്കിഞ്ചി ഫൈബേഴ്സിനെ പറ്റി സംസാരിച്ചു. ഇനി ഇവിടെ നമ്മൾ എസ്എനോട് എന്ന് പറയുമ്പോൾ സൈനോ ഏട്രിയൽ നോഡ് അല്ലേ. ഈ സൈനോ ഏട്രിയൽ നോഡിൽ നിന്ന് അവിടെ 2 കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. സൈനോ ഏട്രിയൽ നോഡിൽ നിന്ന് നമ്മൾ എപ്പോഴും ഇത് ഇമ്പൾസസ് സെൻഡ് ചെയ്യുമ്പോൾ അത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരും. ആ ഒരു കണ്ടക്ഷൻ പാത്വേ നമ്മൾ എന്ത് പറയും, ബാക്ക്മാൻസ് ബണ്ടിൽ. ഈ ബാക്ക്മാൻസ് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ വേറെ പേരാണ് ഇന്റർ നോഡൽ പാത്വേ ഓക്കെ. ഇന്റർ ഏട്രിയൽ പാത്വേ, സോറി ഇന്റർനോഡൽ അല്ല, ഇന്റർ ഏട്രിയൽ പാത്വേ. അതായത് ഇൻ ബിറ്റ്വീൻ ദ ഏട്രിയം, ഇന്റർ ഏട്രിയൽ പാത്വേ. ഇന്റർനോഡൽ പാത്വേ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ നോഡ്സ് ആണ് അല്ലേ. അപ്പൊ ആ പാത്വേ വരുന്നത് ഓക്കെ ഇവിടെ നിന്ന് ഇൻ ബിറ്റ്വീൻ ദ നോഡ്സ്, ഇന്റർ നോഡൽ, ഇൻ ബിറ്റ്വീൻ ദ SA നോഡ് ആൻഡ് AV നോഡ്, ഇന്റർനോഡൽ പാത്വേ ഓക്കെ. ഇന്റർ ഏട്രിയൽ പാത്വേ അതാണ് ബാക്ക്മാൻസ് ബണ്ടിൽ. അപ്പോൾ SA നോഡിലെ ആ നോഡൽ സെല്ലാണ് അല്ലേ, ഒരു ഇലക്ട്രിക് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സെല്ല്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹാർട്ട് എടുത്ത് പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അതേ ബീറ്റിങ്, അതേ റിത്തമിക് ആയിട്ടുള്ള ബീറ്റിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കണേ, ശരീരത്തിൻ്റെ ഭാഗങ്ങളല്ല അതിനെ കൺട്രോൾ ചെയ്യണേ, ഹാർട്ടിന് തന്നെ അതിൻ്റെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രത്യേകതരം സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട് ഓക്കെ. അപ്പോൾ ആ സെൽസ് നെർവസ് സിസ്റ്റം സെൽസ് ആണോ മയോകാർഡിയൽ സെൽസ് ആണോ, മയോകാർഡിയൽ സെൽസ് ഓക്കെ. മയോകാർഡിയം സെല്ലിലെ ഒരു സ്പെഷ്യലൈസ്ഡ് മയോകാർഡിയമാണ്, അതൊരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഈ നോഡൽ സെൽസ്. അപ്പോൾ SA നോഡ് ഇലക്ട്രിക് ഇമ്പൾസ് ഫയർ ചെയ്തു, അത് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോയി, ബാക്ക്മാൻസ് ബണ്ടിൽ, ഇന്റർനോഡൽ പാത്വേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3 ഞാൻ വരയ്ക്കുമ്പോൾ അത് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹാർട്ട് ഒരു 3 ഡയമെൻഷനലായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാം. അപ്പോൾ അതിലെ ആൻറ്റീരിയർ ഓക്കെ, ഫ്രണ്ടിലൂടെയും നടുവിലൂടെയും പുറകിലൂടെയും ഈ ഇലക്ട്രിക് കണ്ടക്ഷൻ പോകുന്നുണ്ട് ഓക്കെ. അപ്പോൾ വൺസ് ഇറ്റ് റീച്ചസ് എവ്രിവെയർ
എന്ത് ചെയ്യും? ഇത് ഏട്രിയം കൺട്രാക്ട് ചെയ്യും. AVനോട് ഒരു 0.1 സെക്കൻഡ് പോസ് കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഏട്രിയം ഫുള്ള് കൺട്രാക്ട് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പകുതി ബ്ലഡ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരു 0.1 ഡിലേ കൊടുത്തു. ഈ ബ്ലഡ് നമുക്ക് വെൻട്രിക്കിൾസിലോട്ട് കിട്ടി അല്ലേ? വെൻട്രിക്കിൾസിലോട്ട് കിട്ടുമ്പോൾ AVനോട് ബണ്ടിൽ ഓഫ് ഹിസിലോട് ഈ ഇലക്ട്രിക് കറന്റ് പോയിട്ട് ഈ സെപ്റ്റത്തിലൂടെ, നമ്മുടെ ഈ സ്ട്രക്ചർ ഏതാ? ഇൻ ബിറ്റ്വീൻ ദ വെൻട്രിക്കിൾ, ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റാണ് ഈ നടുവിലുള്ള പാർട്ടീഷൻ. ഓക്കെ, അതിലൂടെ ബണ്ടിൽ ഓഫ് ഹിസിലൂടെ ഇലക്ട്രിക് കറന്റ് പോയിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസ് ആയി അത് പോയിട്ട് മൊത്തം ഇത് ഏതാ ഈ സ്ഥലം? മയോകാർഡിയൽ ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ അതിലേ പോയിട്ട് ഇലക്ട്രിസിറ്റി ഇവിടെ എത്തുമ്പോൾ മൊത്തം കൺട്രാക്ട് ചെയ്യും. എവിടേക്കാണ് ബ്ലഡ് പോണത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പോണത് സിസ്റ്റംസ് ഓഫ് ദ ബോഡിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് അയോർട്ടയ്ക്കൂടെ നമുക്കിത് ബോഡി പാർട്സിലോട്ട് പോവും. ബോഡി പാർട്സ് നമുക്കിവിടെ അയോർട്ടയുണ്ട്. നമ്മളൊരു വാൽവ് പഠിച്ചു, വാൽവ് ഉണ്ട്. ഇവിടെയോ ഇപ്പുറത്തോ? ഇവിടെ നിന്ന് ബ്ലഡ് പോണത്, ഇവിടെ ഇത്തിരി സ്ഥലം മാറ്റിയിട്ടത് നമുക്ക് ഒരു ഓക്കെ, നമുക്കിവിടെ പൾമണറി ട്രങ്ക് ഉണ്ട് ഇല്ലേ? പൾമണറി ട്രങ്ക് ഉണ്ട്. പിന്നെ അത് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രാഞ്ചസ് ആയിട്ട് ലങ്സിലോട്ട് പോകും. ഇത് ലങ്സിലോട്ട് പോകും. ഏത് ലങ്ങാണ് ഇവിടെ? റൈറ്റ് സൈഡ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡാണ് ഈ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡ് കേട്ടോ. ഇത് ലെഫ്റ്റ് ലങ്ങിലോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് പൾമണറി വെയിനായിട്ട്, ഞാനിവിടെ വരയ്ക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഇവിടെ വരയ്ക്കാണ്ടിരുന്നതാണ് കേട്ടോ. ഇവിടെ തോട്ട് വരും. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ആയിട്ട് ജസ്റ്റ് പെട്ടെന്നൊന്ന് ഓടിച്ച് കാണാം. നമ്മുടെ സുപ്പീരിയർ ഹാർട്ട് ചെസ്റ്റിൻ്റെ സെൻറ്ററിൽ, ഹാർട്ടിൻ്റെ മുകളിലുള്ള ബോഡി പാർട്സിൽ നിന്നുള്ള ബ്ലഡൊക്കെ സുപ്പീരിയർ വീന കർവ് വഴി റൈറ്റ് ഏട്രിയത്തിൽ വരും. താഴെ നിന്നുള്ളതൊക്കെ ഇൻഫീരിയർ വീന കർവ് വഴി റൈറ്റ് ഏട്രിയത്തിലോട്ട് വരും. ഹാർട്ടിൽ നിന്ന് തന്നെ ഉള്ളതൊക്കെ കൊറോണറി സൈനസ് ആയിട്ട് അവിടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് എല്ലാ ബ്ലഡും ഇവിടെ വരും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ട് പോവാം. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിൽ വന്നു. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോയി. ബ്ലൂ ഞാൻ വരച്ചേക്കണേ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്സിജൻ കിട്ടാൻ വേണ്ടി ലങ്സിലോട്ട് പോകണം. പോണ്ടേ? ലങ്സിൽ പോയി അവിടുന്ന് പൾമണറി വെയിൻ ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്നു. ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. നമുക്ക് ബോഡിയുടെ എല്ലാ പാർട്സിനും ഈ ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കണം. അതിനുവേണ്ടി അയോർട്ടേക്കൂടെ ബോഡി പാർട്സിലോട്ട് പമ്പ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ കൺട്രാക്ഷന് സഹായിക്കുന്ന കണ്ടക്ഷൻ സിസ്റ്റം ആണ് പറഞ്ഞത്. SA ഫയർ ചെയ്തു, മൊത്തം ഏട്രിയയിലെത്തി, ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? ഒരുമിച്ച്, അതായത് 75 to 80% ബ്ലഡ് കൺട്രാക്ഷൻ ഇല്ലാതെ പോകും. ഇവിടെ ബ്ലഡ് ഫില്ലായി കഴിയുമ്പോൾ, ഇവിടുത്തെ പ്രഷർ കൂടി കഴിയുമ്പോൾ, ഇവിടുത്തെ പ്രഷർ കുറയുമ്പോൾ ബ്ലഡ് ഇങ്ങനെ ജസ്റ്റ് 75% താഴത്തോട്ട് പോകുമെന്ന് വിചാരിക്കാം. ഓക്കെ, SA ഫയർ ചെയ്ത് കഴിയുമ്പോൾ കൺട്രാക്ഷൻ ആകുമ്പോൾ ബാക്കിയുള്ള 20% കൂടി അടിയിലോട്ട് പോകും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ രണ്ട് കൺട്രാക്ഷനും നടക്കുന്നത് ഒരേ സമയം. ഓക്കെ, ഈ കൺട്രാക്ഷൻ ഒരു സമയത്ത് ഇവിടെ നിന്ന് ബ്ലഡ് താഴത്തോട്ട് വന്നു. ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നത് ഒരുമിച്ചാണ്. കാരണം എന്താ? ഇലക്ട്രിക് കണ്ടക്ഷൻ വരുന്നത് ഒരുമിച്ചാണ്. അപ്പൊ ഇത് ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരേ സമയം പൾമണറി ട്രങ്കിൽ കൂടെ അല്ലെങ്കിൽ പൾമണറി ആർട്ടറി കൂടെ ലങ്സിലോട്ടും പോവും, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ടയിലോട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളിത് കണ്ടു. നെർവസ് സിസ്റ്റം കൺട്രോൾ പറഞ്ഞു. വേഗസ് നെർവ്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ഹോർമോണൽ കൺട്രോൾ, തൈറോയിഡ് ഹോർമോൺ, കൺട്രാക്ഷൻ. ഓക്കെ, സോ ഏട്രിയൽ കൺട്രാക്ഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലർ കൺട്രാക്ഷനെ നമ്മൾ എന്ത് പറയും? ഡീപോളറൈസേഷൻ. അതായത് ഇപ്പോൾ ഓർക്കാനുള്ള വഴി സിയും ഡിയും ആയിട്ട് ഓർക്കുക. റിലാക്സേഷനിൽ റീപോളറൈസേഷനിൽ ആറുണ്ട്. അതായത് ഏട്രിയൽ കൺട്രാക്ഷനെ വേറെ പേര് പറയുന്നതാണ് ഏട്രിയൽ ഡീപോളറൈസേഷൻ. പഠിക്കാനുള്ളതാണ്. റിലാക്സ് ചെയ്യുമ്പോഴോ ഏട്രിയൽ ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഏട്രിയൽ റീപോളറൈസേഷൻ. ഓക്കെ, ഇനി വെൻട്രിക്കുലർ കൺട്രാക്ഷനെ നമ്മൾ എന്ത് പറയും? വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. വെൻട്രിക്കുലർ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. ആറ് വെച്ചിട്ട് ഓർക്കുക, സിയും ഡിയും വെച്ചിട്ട് ഓർക്കുക. ഓക്കെ, ഇനി
ഒരു ബീറ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോയി ഫുള്ളായിട്ട് വരുന്നത് 0.8 സെക്കൻഡ്സ് ആണ് ഓർക്കാനുള്ളത്. പിന്നെ ബ്രാഡികാർഡിയ, 2 വാക്കുകൾ നമ്മളിവിടെ പഠിക്കുകയാണ്. ബ്രാഡികാർഡിയ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഹാർട്ട് ബീറ്റ് 60 ബീറ്റ്സ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ 60 ബീറ്റ്സിൻ്റെ അടിയിലാണെങ്കിൽ നമ്മൾ ബ്രാഡികാർഡിയ എന്ന് പറയും. 100 എബവ് ആണെങ്കിൽ എന്ത് പറയും? ടക്കിക്കാർഡിയ. ടക്കിക്കാർഡിയ ഓർക്കാനായിട്ട് ടക്ക് 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 ഫാസ്റ്റായിട്ട് പോണത് എബവ് 100 അത് ടക്കിക്കാർഡിയ അല്ലെങ്കിൽ ബ്രാഡികാർഡിയ. ഇൻ ബിറ്റ്വീൻ വന്നാൽ മോഡറേറ്റ്ലി അത് നോർമലാണ്. ഇനി ഇവരുടെ ഫാമിലിയിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഫാമിലിയും പോലെ തല്ലുണ്ടാവും. ഓക്കെ, ഇവർ വഴക്കൂടും. അപ്പോൾ ഇവരുടെ എന്താ പറയുക, ഒന്നും കോർഡിനേറ്റ് ആവില്ല. അപ്പച്ചൻ ഒരു ഇലക്ട്രിക് ഇമ്പൾസ് വരുമ്പോൾ അത് ഏവിനോട് വരുന്നില്ല എന്ന് വയ്ക്കുക, ആകെപ്പാടെ പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കുക. ഓക്കെ, കണ്ടക്ട് ചെയ്യണില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഷോക്ക് കൊടുക്കും അല്ലേ? ഇവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഷോക്ക്. അപ്പോൾ എന്താ ചെയ്യുക? ഹാർട്ട് ഒന്ന് സ്റ്റോപ്പായിട്ട് എസ്എനോട് ഒരു റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പുതിയതായിട്ടുള്ള ഇലക്ട്രിക് കണ്ടക്ഷൻ വരുത്തും. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ്, നമ്മളതിനെ എന്ത് പറയും? ആ കൊടുക്കണ മെഷീനെ നമ്മൾ എന്ത് പറയും? ഡീഫിബ്രിലേറ്റർ. പ്രോസസ്സിനെ നമ്മൾ ഡീഫിബ്രിലേഷൻ എന്ന് പറയും. ഓക്കെ ഓക്കെ, ഡീഫിബ്രിലേഷൻ അതായത് ഫിബ്രിലേഷൻ വാക്ക് എപ്പോഴും ഓർക്കാനുള്ളത് നോർമൽ കൺട്രാക്ഷൻ ആണ് നോർമൽ ആയിട്ടുള്ളത് അല്ലേ? ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക, ഫുൾ കൺട്രാക്ട് ചെയ്യില്ല, ജസ്റ്റ് ഒരു വീക്ക്, ഒരു ട്വിച്ച് പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വിറയൽ പോലെ. കറക്റ്റായിട്ടുള്ള കൺട്രാക്ഷൻ അല്ല, ജസ്റ്റ് ഒരു ട്വിച്ചിങ് പോലെ. അപ്പോൾ കറക്റ്റായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യില്ല. അതാണ് ഫിബ്രിലേഷൻ. നമ്മൾ കേൾക്കും ഏട്രിയൽ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്ക് ഡിസീസ് കണ്ടീഷൻ വരുമ്പോൾ പഠിക്കാം. ഇനി അത് ഡീഫിബ്രിലേറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ പേസ് മേക്കർ ഉണ്ട്. നമ്മളൊരു വലിയ കാര്യം പറയാൻ വിട്ടുപോയത്, എസ്എനോടാണ് നാച്ചുറൽ പേസ് മേക്കർ. ഓക്കെ, നാച്ചുറൽ പേസ് മേക്കർ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ എസ്എനോടാണ് കറക്റ്റായിട്ട് ഇലക്ട്രിക് ഇമ്പൾസ് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന് 60 to 80 അല്ലെങ്കിൽ 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്, 60 to 80 അല്ലെങ്കിൽ 60 to 80 ബീറ്റ്സ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കും, ഇഞ്ചി പെറുക്കി വാ എന്ന് പറയണ പോലെ. ഓക്കെ, ഇനി എവിനോടാണെങ്കിൽ 40 to 60. അപ്പോൾ അതായത് എസ്എനോട് ഫെയിലായി കഴിഞ്ഞാലും എവിനോടിന് ഈ പുതിയ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഫയർ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഏട്രിയത്തിന് ബ്ലഡ് പ്രഷർ അനുസരിച്ച് കുറേ empty ആയി പോരും, 75 to 80. ബാക്കിയുള്ള 20% ആണ് ഈ കൺട്രാക്ഷൻ വഴി നടക്കണുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എവിനോട് തന്നെ ഈ പ്രവൃത്തി ഏറ്റെടുത്താലും അത് സക്സസ്ഫുൾ ആയിട്ട് നടക്കും. അപ്പം നാച്ചുറൽ പേസ് മേക്കർ പഠിക്കാം, അതേതാണ് എസ്എനോഡ്. ഓക്കെ, അത് നമ്മൾ കണ്ടു. അരിത്മിയാസ്, ജസ്റ്റ് ആ പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതെന്തായിരിക്കും? റിതം അല്ലേ? റിതം അതായത് ഈ ഹാർട്ട് ബീറ്റിന്റെ ആ പേസിങ് റിതമാണ്. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ പേരാണ് എറിത്മിയാസ്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറൽ പേസ് മേക്കറാണ്. ഈ നോഡൽ സെൽസ് ഹാർട്ടിലുണ്ട്. ഇപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഏരിയ ഈ എസ്എനോഡിൻ്റെ പണി ഏറ്റെടുത്തിട്ട് വഴക്കുണ്ടായിട്ട് അവർ പണി ഏറ്റെടുത്ത് നോക്കുക, ഒരു നോഡൽ സെല്ലിൻ്റെ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യും, പുതിയ ഒരു ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. എവിനോട് പരമാവധി കൺട്രോൾ ചെയ്യാൻ നോക്കും, അതിനെ കടത്തി വിടാതെ. പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, ഹാർട്ട് റേറ്റ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് 2 പ്രൊസീജിയർ നമ്മൾ ചെയ്യാറുണ്ട്. കാർഡിയോവേർഷൻ, അതൊരു പ്ലാൻഡ് പ്രൊസീജിയറാണ്. നമ്മൾ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാർട്ട് ഒന്ന് സ്റ്റോപ്പായിട്ട് വീണ്ടും പുതിയതായിട്ട് തുടങ്ങും. ഓക്കെ, അത് കാർഡിയോവേർഷൻ. ജസ്റ്റ് ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഓക്കെ, പുതിയ സെൽസുകൾ ഈ ഇലക്ട്രിക് ഫയർ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, നമ്മൾക്ക് എന്ത് ചെയ്യും, അതിനെ നമ്മളിങ്ങനെ പറയില്ലേ, കുടുംബത്തിനെ തകർക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ നമ്മൾ വേരോടെ പിഴുത് കളയുന്ന അതുപോലെ ഇവനെ ഈ നോഡൽ സെൽസിനെ നമ്മൾ പുതിയ സെൽസ് ഈ ഇലക്ട്രിക് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ബേൺ ചെയ്തിട്ട് കളയും. അതിന് നമ്മൾ എബ്ലേഷൻ എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഡിസീസ് കണ്ടീഷനിൽ കാണാൻ പറ്റും. ഇനി ഒരു വാക്ക് എനിക്ക് എവിടെ കിട്ടിയതാണ്, ലാബ് റാറ്റ്. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി, ലെഫ്റ്റ് ഏട്രിയം ബൈകസ്പിഡ് വാൽവ്, റൈറ്റ് ഏട്രിയം ട്രൈകസ്പിഡ് വാൽവ്, ലാബിലുള്ള എലി.
പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ടിപ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടും. ഇനി ഈ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കാണും വരെ ബൈ ബൈ. താങ്ക് യു.